അതൊന്നും എനിക്കറിയത്തില്ല. അതെല്ലാം വേദ മാഡം നേരിട്ടാണ് ചെയ്യിച്ചത്. എന്താ വിളിച്ചത്? മാഡം ഒന്നോ? അവളെ നിങ്ങൾ അങ്ങനെയാണോ വിളിക്കുന്നത്? അത് പിന്നെ ഓഫീസല്ലേ, അതുകൊണ്ട് അവര് നമ്മുടെ ബോസ് അല്ലേ, അതുകൊണ്ട് അവരെ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ ഒന്ന് വിളിച്ചെന്നേ ഉള്ളൂ. അതുകൊണ്ട് അറിയാവുന്ന വിളിച്ചു പോയതാ കേട്ടോ. അറിയാതെ വിളിച്ചു പോയി. അവളുടെ മുമ്പിലേ നീ അങ്ങനെ അങ്ങ് തരം താഴണ്ട. ഈ സ്വത്തുക്കള് മുഴുവനും അത് നമ്മുടെ കയ്യിൽ വരേണ്ടതാ. അത് ഓർമ്മ വേണം, മനസ്സിലായോടാ? തൽക്കാലവേ അവളുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ കാര്യം കാണാൻ വേണ്ടി തന്നെയാ. കറിവേപ്പില എടുത്ത് കളയുന്നത് പോലെ അവളെ അങ്ങ് കളയും, പിന്നല്ലാതെ. അതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ ഗൗരി. നേരിട്ട് ചെന്ന് വെട്ടിക്കൊല്ലാനും കുത്തിക്കൊല്ലാനും കഴിയാത്ത ശത്രുവിനോട് ഒരേ ഒരു തന്ത്രമേ ഉള്ളൂ. എന്താണ് നിന്റെ തന്ത്രം? എന്റെ അമ്മയെ ഒപ്പം നിന്ന് സ്നേഹിച്ച് നക്കിക്കൊല്ലണം. ഓ അങ്ങനെ. അതാണ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. ഓ, അവളും സ്വാതിയും തമ്മിലുള്ള വൈരാഗ്യം മാക്സിമം ഊതി പെരുപ്പിച്ചോണം. അതല്ലെങ്കിലും അങ്ങനല്ലേടി മോളെ, ഒന്ന് ചീഞ്ഞാലല്ലേ മറ്റൊന്നിനെ വളവാകൂ, അല്ലേ? പക്ഷെ നമ്മൾ ആർക്കും വളവാകാൻ നിന്നു കൊടുക്കരുത്. അതിനു മുമ്പ് വേദയെ ഇവിടുന്ന് ഓടിക്കണം. അമ്മേ, ഗർഭിണിയായ സ്വാതിയെ ACPയെ കൊണ്ട് വേദ അറസ്റ്റ് ചെയ്യിച്ചതിന്റെ പകരം വീട്ടാൻ സ്വാതി നീലും തന്നെ അവളെ എവിടുന്ന് ഓടിച്ചോളും. അതെ മോളെ ഗൗരി, ആ ACPയെ വിളിച്ച് അവളുടെ ഗർഭം ഇല്ലാതാവുന്ന തരത്തിൽ അവളെ ശരിക്കൊന്ന് കൈകാര്യം ചെയ്യാൻ പറ. അതൊക്കെ വേദ ACP വൈശാഖിയോട് പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. ബാക്കിയൊക്കെ അവര് ചെയ്തോളും. ഗർഭിണിയായ സ്വാതി കൊള്ളാം. ജനിക്കുന്നതിന് മുന്നേ നിന്റെ കുഞ്ഞിന് ലോക്കപ്പിനകത്ത് കിടക്കാനാ യോഗം. എടി, നിന്റെ മുഖത്ത് ഈ പുച്ഛം എന്താണെന്ന് എനിക്കറിയാം. കഴിഞ്ഞ തവണ നീ ഇതിനകത്തുനിന്ന് ഈസി ആയിട്ട് രക്ഷപ്പെട്ടു, അതുകൊണ്ടല്ലേ? പക്ഷെ ഇത്തവണ അത് നടക്കില്ല. ഇത് കേസ് വേറെ അടിമോളെ. നീ ഇതിനകത്ത് കിടന്ന് നക്ഷത്രം എണ്ണിക്കും ഞാൻ. ഒരു ഗർഭിണി. സാറാ. യെസ് മാഡം. തൽക്കാലം ഇവളെ ഈ ലോക്കപ്പിലിടണ്ട, അകത്ത മുറിയിലേക്ക് മാറ്റിക്കോ. അവളെ അന്വേഷിച്ച് വരുന്നവരോട് അവൾ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞാൽ മതി. ശരി മാഡം. നമ്മൾ പ്രതി അറസ്റ്റ് ചെയ്ത് സ്പെഷ്യൽ ടീമിന് കൈമാറി. അങ്ങനെ വല്ലതും പറഞ്ഞാൽ മതി, മനസ്സിലായോ? യെസ് മാഡം. എന്നാ ചെന്ന് പറഞ്ഞത് ചെയ്യ്. ശരി മാഡം. എന്താടി വേദേ, നിനക്ക് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ലേ? സത്യം പറഞ്ഞ എനിക്കിപ്പോ ആ ലോകപ്പിൽ വന്ന് അവളെ കാണാൻ തോന്നുന്നുണ്ട്. കഴിഞ്ഞ തവണ നമ്മളെ വെട്ടിച്ച് രക്ഷപ്പെട്ടവളല്ലേ? ദേ വൈശാഖി, ഇത്തവണ അത് സംഭവിക്കരുത്. അത് നീ പേടിക്കണ്ട, അതിന് വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. SP ശ്രീലത നമ്പ്യാർ ഇനി ഈ കേസിൽ ഇടപെടില്ല. അതെന്താടി നിനക്ക് ഇത്രയ്ക്ക് ഉറപ്പ്? എടി, അത് പോലീസുകാരുടെ ഒരു ബുദ്ധിയാ. ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്താലുടൻ പിടിപാടുള്ള ആളാണെങ്കിൽ ഉടൻ മുകളിൽ നിന്ന് വിളിവരുമെന്ന് അവർക്കറിയാം. അതിന് ഞങ്ങൾ ചെയ്യുന്നൊരു പണിയുണ്ട്. അതെന്താടി അങ്ങനെ ഒരു പണി? പ്രതിയെ അറസ്റ്റ് ചെയ്താലുടൻ വാർത്ത പുറത്തുവിടും. ചാനലുകാരെല്ലാം കൂടി അതങ്ങ് ആഘോഷിക്കും. പിന്നെ അതിനകത്ത് ഒരു മേലാഫീസർക്കും ഇടപെടാൻ കഴിയില്ല. സ്വാതിയെ ചെക്ക് കേസിൽ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത ചാനലിലിപ്പോ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നോണ്ടിരിക്കുക. അത് കൊള്ളാം. സിനിമാ നടൻ നീൽ മഹേഷിന്റെ ഭാര്യ സ്വാതി ചെക്ക് കേസിൽ പിടിയിലായി. നീലിപ്പോ പടകൂട്ടി എത്തും. വരട്ടെ, പക്ഷേ ഇത്തവണ വിട്ടുകൊടുക്കരുത്. ഇല്ലടി, ഇത്തവണ ഗർഭിണിയായ സ്വാതിയെ ഞാൻ പെടുത്തിയിരിക്കും. പിന്നെ നീ എന്റെ നീലിനോട് മോശമായിട്ടൊന്നും പെരുമാറിയേക്കരുത്. വേദമോളെ, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. തൽക്കാലം നീ നിന്റെ ടൂർ പ്രോഗ്രാം കഴിഞ്ഞങ്ങ് വന്നാ മതി. സ്വാതിയുടെ കാര്യം ഞാൻ ഏറ്റു. ശരി വെക്കട്ടെടി. ഓക്കേ.
അവരെ കാണുന്നില്ലല്ലോ വക്കീലേ. താൻ ടെൻഷൻ ആവണ്ട, നീലിപ്പ വരും. വക്കീലെ, എന്ത് ചെയ്തിട്ടായാലും എനിക്ക് എന്റെ സ്വാതിയെ ഇപ്പൊ തന്നെ ജാമ്യത്തിൽ ഇറക്കിയേ പറ്റൂ. ഒരു ദിവസം പോലും സ്വാതി ലോക്കപ്പിൽ കിടക്കേണ്ടി വരരുത്. വേദ മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു കെണിയാണ്. തോമസിനെ അവള് കാണാൻ ചെന്നതും അവര് തമ്മിൽ സംസാരിച്ചതൊക്കെ ഇതിനു വേണ്ടി തന്നെയാണ്. എന്റെ കുടുംബത്തിന്റെ അനന്തരാവകാശം വയറ്റി ചുമക്കുന്ന പെണ്ണ സ്വാതി. അവക്കൊരു പോറൽ പോലെ കേൾക്കുന്നത് ഞങ്ങൾക്ക് സഹിക്കില്ല വക്കീലേ. എനിക്കെല്ലാം അറിയില്ലേടോ. ഈ കേസിന്റെ പിന്നിൽ വേദയുടെ ചതിയാണെന്നും എനിക്കറിയാം. ആ ചെക്ക് വാറണ്ടാക്കി എടുക്കുന്നതിന് സഹായിച്ചതും ACP തന്നെ ആയിരിക്കും. അത്രയ്ക്കാണല്ലോ അവര് തമ്മിലുള്ള അടുപ്പവും ബന്ധവും. എന്തായാലും നമുക്ക് ആദ്യം ACPയെ കാണാം. വാ സാർ, ആ പറഞ്ഞ ഫയലുകളെല്ലാം എടുത്തിട്ടില്ലേ? ഓക്കെ ആണ് സർ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. എവിടെ ACP? ഞങ്ങൾക്കൊന്ന് കാണണം. മാന്യമായി ജീവിക്കുന്ന ആളുകളോട് പോലീസ് ഗുണ്ടായിസം കാണിക്കണം. എനിക്കതിൽ പങ്കൊന്നുമില്ല സാറേ. സാറിനറിയാലോ ഇവിടുത്തെ ACPയുടെ സ്വഭാവം. സർ, സ്വാതി എവിടെ? ഞങ്ങൾക്ക് അവളെ ഒന്ന് കാണണം. സോറി നിൽ, അതൊക്കെ നിങ്ങൾ ACPയോട് സംസാരിക്കും. അതിന് തന്നെ ഞങ്ങൾ വന്നത്. ചതിക്കാനും അന്യായം കാണിക്കാനുമാണോ അവർക്ക് സർക്കാർ പോലീസ് യൂണിഫോം കൊടുത്തിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണം. നിങ്ങളുടെ വികാരം എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും നിങ്ങളിവിടെ നിൽക്ക്, ഞാൻ ചെന്ന് വിവരം പറയാം. നിന്റെ ഏട്ടനും അച്ഛനും പുറത്ത് വക്കീലിനെയും കൂട്ടി വന്നിട്ടുണ്ട്. ഓ, അത് ശരി. അപ്പൊ അവളെ രക്ഷിക്കാൻ സൈന്യം പാഞ്ഞെത്തി അല്ലേ? പക്ഷെ അത്ര പെട്ടെന്നൊന്നും അവളെ വിട്ടുകൊടുക്കരുത്. ഗർഭിണിയാണെന്ന് എല്ലാവരും പറഞ്ഞു പറ്റിച്ചോണ്ടിരിക്കുന്നവളല്ലേ? കുറച്ച് ദിവസേ അവൾ അതിനകത്ത് കിടക്കട്ടെ. അയ്യോ, അങ്ങനെ കുറച്ച് ദിവസങ്ങളൊന്നും ഇതിനകത്ത് ഇടാൻ പറ്റില്ല. പിന്നെങ്ങനെയാ? ഏറിയാൽ 24 മണിക്കൂർ അതിനകം കോടതിയിൽ ഹാജരാക്കണം. അതാ നിയമം. ഓ, അതെയോ? ഒരു മിനിറ്റ്, ഒന്ന് ഹോൾഡ് ചെയ്യും. എന്താടോ? മാഡം, സ്വാതിയെ ജാമ്യത്തിൽ ഇറക്കാൻ നീലു അച്ഛനും വന്നിട്ടുണ്ട്. എന്നിട്ട് അവരോട് താനെന്ത് പറഞ്ഞു? അവൾ ഇതിനകത്ത് തന്നെ ഉണ്ടെന്ന് മൊഴിഞ്ഞോ? ഇല്ല മാഡം. അവളെ സ്പെഷ്യൽ സ്ക്വാഡിന് കൈമാറി. തനിക്ക് അത്രേ അറിയൂ. ഓക്കെ? ഓക്കെ മാഡം. അവരോട് ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറ. ഞാൻ ഈ കോളൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഓക്കെ മാഡം. കേട്ടില്ലേ ഗൗരി? സ്വാതിയെ കാണാൻ അവർക്ക് ധൃതിയായി. കേട്ടു കേട്ടു. ഞങ്ങളെ കുറച്ച് കഴിഞ്ഞു വിളിക്കാം. എല്ലാത്തിനെയും ഒന്ന് വിരട്ടി വിട്ടേക്കണേ. അതൊക്കെ ഞാൻ ഏറ്റു. അപ്പൊ ശരി. സ്വാതിക്ക് ജാമ്യം. കുറച്ച് സമയം അവരവിടെ വെയിറ്റ് ചെയ്യട്ടെ. ഇതെന്തോ കൈകൊട്ടി കളിയാ? ഞങ്ങളെ കൈകൊട്ടി കളിക്കും, കുമ്മി കളിക്കും, തിരുവാതിര കളിക്കും. വേണമെങ്കിൽ ഒരു പുലി കൈ കൂടെ കളിക്കും. അല്ലടി മോളെ? പിന്നല്ലാതെ. പുലി കളിയാ? എന്റെ രാജീവേട്ടാ, ഗർഭിണിയായ സ്വാതി ലോക്കപ്പിനകത്ത്. ജാമ്യത്തിനായി നീലും വല്ലിച്ചനും പുറത്ത് വക്കീലിനെയും കൂട്ടി കാത്തു കിടക്കുന്നു. ACP വൈശാഖിയാണെങ്കിൽ ഇതുവരെ അവരെ കാണാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. ചിരിക്കാൻ ഇതിൽ കൂടുതൽ മറ്റെന്തെങ്കിലും വേണോ? അതെന്തായാലും കലക്കി. അപ്പൊ അതിന്റെയൊക്കെ ചൂട് പോകുന്നതിന് മുമ്പ് നല്ല ഉഗ്രം പണി കൊടുത്തിട്ടാണ് വേദമാഡം ഇവിടുന്ന് പോയതില്ലേ? ഇടച്ചേർക്ക ആ വേദയില്ലേ, അവള് കാഞ്ഞ വിത്താ. തൽക്കാലത്തേക്ക് നമുക്ക് വേദയെ അംഗീകരിച്ചു കൊടുക്കാം. എന്നിട്ട് സമയമാവുമ്പോ നമുക്ക് തിരിച്ചു കളിക്കാം. ചെവിക്ക് പിടിച്ചേ വേദയെ നമ്മള് കമ്പനിന്ന് പുറത്താക്കും. എന്താ? എന്തായാലും ACP വൈശാഖി അവരോട് എന്തു മറുപടിയാണ് പറയുന്നതെന്ന് അറിഞ്ഞിട്ട് മതി ഇനി അടുത്ത നീക്കം. അത് പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? എന്തുകൊണ്ട് പറ്റില്ല മാഡം? സോദി ഒരു കൊലക്കേസിലെ പ്രതിയൊന്നുമല്ല കാണാൻ പറ്റില്ലെന്ന് പറയാൻ. കോടതിയിൽ മേഡത്തിനെ ഞാൻ നിർത്തി പൊരിക്കും. ഈ കറുത്ത കോട്ടെ ഞാനൊരു അലങ്കാരത്തിന് കൊണ്ട് നടക്കുന്നതല്ല. എടോ വക്കീലേ, തനിക്കെന്താ പറഞ്ഞാ വിശ്വാസമില്ലാത്തത്? ഞാൻ സത്യം തന്നെയാ പറഞ്ഞത്. അവൾ ഇവിടെ ഇല്ല. ഉണ്ടെങ്കിലല്ലേ കാണാൻ പറ്റൂ. പിന്നെ എന്റെ സ്വാതി എങ്ങോട്ട് പോയി? എനിക്കറിയില്ല. നിങ്ങളല്ലേ സ്വാതി അറസ്റ്റ് ചെയ്തത്? പിന്നെ നിങ്ങളറിയാതെ സ്വാതി എവിടെ പോവാനാ? വക്കീലേ, ഇത് എന്റെ കയ്യിൽ നിൽക്കുന്ന കേസല്ല. സ്പെഷ്യൽ സ്ക്വാഡിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഞാൻ അവരെ അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നപ്പോ തന്നെ ഞാൻ സ്വാതിയെ സ്പെഷ്യൽ സ്ക്വാഡിന് ഹാൻഡ് ഓവർ ചെയ്തു. ഗർഭിണിയായ എന്റെ ഭാര്യ അറസ്റ്റ് ചെയ്തത് നിങ്ങളാ? അവൾക്കോ അവളുടെ വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞിനോ എന്തെങ്കിലും സംഭവിച്ചാ മാഡം സമാധാനം പറയേണ്ടി വരും.
ആരാ സ്പെഷ്യൽ സ്ക്വാഡിന്റെ ചീഫ് ഓഫീസർ? DYSP നടരാജൻ. അദ്ദേഹത്തിനാണ് ഞാൻ സ്വാതിയെ കൈമാറിയത്. അവരെവിടേക്കാ എന്റെ സ്വാതിയെ കൊണ്ടുപോയത്? അതെനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. SP ശ്രീലത നമ്പ്യാരോട് അന്വേഷിച്ചാ ചിലപ്പോ അറിയാൻ പറ്റിയേക്കും. അവരാണല്ലോ സ്വാതിയുടെ രക്ഷക. വക്കീലെ, വെറുതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഞങ്ങൾ ഇപ്പൊ പോവാം. ACP ഇപ്പൊ പറഞ്ഞത് കളവാണെന്ന് ബോധ്യപ്പെട്ടാൽ ഞങ്ങൾ ഇങ്ങോട്ട് തന്നെ വീണ്ടും തിരിച്ചു വരും. ഓ, ആയിക്കോട്ടെ. വാ, പോവാന്നേ. പിന്നെ തീക്കട്ടയിലാ ഉറുമ്പരിക്കാൻ വരുന്നത്. ഇപ്പൊ കണ്ടോടാ മണകുണാഞ്ച, വക്കീലും പരിവാരങ്ങളും വാലും ചുരുട്ടി ഓടിപ്പോയത്. വക്കീലിനെ കൊണ്ട് ചെന്നിരിക്കുന്നു ജാമ്യം എടുക്കാൻ. അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനെ ചവിട്ടി കലക്കിട്ടെ ആ ACP വൈശാഖി അവളെ പുറത്തു വിടും. ആ, ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണോന്നാ എന്റെ സംശയം. നിങ്ങൾ സന്തോഷിക്കാനൊക്കെ വരട്ടെ. അതെന്താ രാജീവേട്ടൻ അങ്ങനെ പറഞ്ഞത്? എന്റെ ഗൗരി, ബുദ്ധി വേണം, ബുദ്ധി. എന്നാലേ ഇതൊക്കെ ചിന്തിക്കാൻ പറ്റും. ആഹാ. എന്നാ പറയടാ, നിന്റെ ഈ പേട്ടുതല്ല ബുദ്ധി കൊണ്ട് നീ എന്താ ഇത്ര ചിന്തിച്ച് കണ്ടുപിടിച്ചത്? അമ്മേ, ഈ ഭൂഗോളത്തിന്റെ സന്തനം, എന്താണ്? ഈ ഭൂഗോളത്തിന്റെ സ്പന്ദനം ചാക്കോ മാഷ് പറഞ്ഞ കണക്ക് കണക്കിലൊന്നും അല്ല. ഇപ്പൊ എല്ലാം ചാനലുകാരുടെ കയ്യിലാ. അയാളൊരു സെലിബ്രിറ്റി അല്ലേ, സിനിമ നടനല്ലേ. അയാളുടെ ഭാര്യയെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോയി. അങ്ങനെ കൊണ്ടുചെന്ന് ഒളിപ്പിക്കാനൊന്നും പറ്റത്തില്ല. ചാനലുകാർ ഓടിച്ചാടിച്ചെന്ന് അലമ്പതില്ലയോ? ACP വൈശാഖി വിചാരിച്ചാൽ ഇതല്ല ഇതിനപ്പുറവും നടക്കും. അയ്യോ, ആ കച്ചിത്തുറവ് സ്വാതി ഇനി പുറത്തിറങ്ങണമെങ്കിലേ കുറെ പാടുപെടും. ഇത്രയ്ക്ക് വലിയ ആത്മവിശ്വാസവും സന്തോഷവും ഒന്നും വേണ്ടമ്മ. അല്ല, രാജീവേട്ടൻ ഞങ്ങളുടെ പക്ഷത്താണോ അതോ അവരുടെ പക്ഷത്തോ? ഞാൻ നമ്മുടെ പക്ഷത്ത് തന്നെ. പക്ഷേ അച്ഛനെയും നീലിനെയും ഒന്നും ഇങ്ങനെ വില കുറച്ച് കാണരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞോളൂ. അവരെ ഇപ്പം സ്വാതിയെ കണ്ടുപിടിച്ച് ജാമ്യത്തിലെടുക്കാൻ 100 വഴികൾ ആലോചിക്കായിരിക്കും. എന്തായി പറ വക്കീലെ, വല്ല വിവരവും കിട്ടിയോ? ഇല്ല, ഞാനിപ്പോ SP ശ്രീലത നമ്പ്യാരുമായിട്ട് സംസാരിച്ചു. ഇതുവരെ സ്വാതിയുടെ അറസ്റ്റ് പോലും രേഖപ്പെടുത്തിയിട്ടില്ല. അറസ്റ്റ് ചെയ്യാത്ത ഒരാളെ ജാമ്യത്തിൽ വിടാൻ അവർക്ക് എങ്ങനെ പറയാൻ പറ്റും? വളരെ ബുദ്ധിപൂർവമായിട്ടാണ് ACP കളിക്കുന്നത്. അപ്പോ എന്റെ സ്വാതി എവിടെ ഉണ്ടെന്ന് ഒരറിവും പോലീസുകാർക്കില്ലേ? അത് അവർക്ക് മാത്രമേ അറിയൂ. സ്പെഷ്യൽ സ്ക്വാഡിന് കൈമാറി എന്നത് അവർ നമ്മളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞെന്നുള്ളത് ഉറപ്പാ. അച്ഛാ, എന്റെ മനസ്സ് പറയുന്നു സ്വാതി ACP ഓഫീസിൽ തന്നെ ഉണ്ടെന്ന്. ഗർഭിണിയായ അവളെ പരമാവധി ഉപദ്രവിക്കാൻ തന്നെയായിരിക്കും അവരുടെ പ്ലാൻ. നമുക്ക് എങ്ങനെ അവിടെ കയറിച്ചെന്ന് നോക്കാൻ പറ്റും? അത് ACPയുടെ ഓഫീസാ, പോലീസുകാരുടെ ലോകം. നമ്മൾ കരുതുന്ന പോലെ അത്രയ്ക്ക് ദയവുള്ളവരൊന്നും അല്ല അവിടെ. ഇല്ലച്ചാ, എന്തൊക്കെ സംഭവിച്ചാലും സ്വാതിയെ കണ്ടുപിടിക്കാതെ ഞാനിന്ന് തിരിച്ചു പോവില്ല. എന്റെ സ്വാതി അകാരണമായി ദ്രോഹിക്കുന്നതിന് അവരിന്ന് കണക്ക് പറയേണ്ടി വരും. ഹലോ, ആരാ? ഹലോ, നീൽ മഹേഷ് സാറല്ലേ? അതെ, നിങ്ങളാരാ? ഞാൻ സാറ തോമസ്, ACP ഓഫീസിലെ വനിതാ കോൺസ്റ്റബിളാ. എനിക്ക് സാറിനോടൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയാ? സാറിന്റെ ഭാര്യ ഇവിടെ ACP ഓഫീസിൽ തന്നെ ഉണ്ട്. സ്വാതി? ആ ACP അവരെ രഹസ്യമായി വെച്ചിരിക്കുക. വേഗം എന്തെങ്കിലും ചെയ്യണം സാറേ. സ്വാതി വല്ലാതെ വിഷമിച്ചിരിക്കുക. ചേച്ചിയുടെ വയറ്റിൽ ഗർഭം ഇല്ലാതാക്കാൻ അവരുടെ പ്ലാൻ. അയ്യോ, ഇത് ഞാനാ പറഞ്ഞെന്ന് ആരോടും പറയല്ലേ സാറേ, എന്റെ ജോലി പോകും. അപ്പൊ ശരി സാറേ. സ്വാതി
അവരെന്റെ സ്വാതി. എന്താണ് അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ സ്വാതി ACP ഓഫീസ് തന്നെ ഉണ്ടെന്ന്. എന്തൊരു അഹങ്കാരിയായ ACP. നിയമത്തെ വെല്ലുവിളിക്കുന്ന ഇവരെ പോലുള്ളവരെ ഒരു പാഠം പഠിപ്പിക്കണം വക്കീലെ. അച്ഛാ, ഇന്ന് വരെ ഞാൻ ആരെയും ദ്രോഹിച്ചിട്ടില്ല. പക്ഷേ ഇതിന് തിരിച്ചടി കൊടുക്കാതെ ഞാൻ അടങ്ങില്ല. എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ തീരുമാനിച്ച അവർക്ക് കൊടുക്കേണ്ട മറുപടി എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഹലോ, സി ന്യൂസ് അല്ലേ? ഞാൻ ആക്ടർ നീൽ മഹേഷ. സിന്ധു, ഞാനിപ്പോ ACP ഓഫീസിന്റെ അകത്ത് തന്നെയാണ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോൾ അവിടെ എന്താണ് സംഭവിച്ചത്? പ്രശസ്ത സിനിമാ താരം നീൽ മഹേഷിന്റെ ഭാര്യ സോദിയെ അറസ്റ്റ് രേഖപ്പെടുത്താതെ തടങ്കലിൽ വെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. ശരത്, എന്താണ് അവിടെ ഇപ്പോ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ACP വൈശാഖി വർമ്മ മറ്റാർക്കോ വേണ്ടി നടത്തിയ കള്ളക്കളിയിലൂടെയാണ് ഗർഭിണിയായ സോദിയെ അകാരണമായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചെക്ക് കേസിന്റെ മറവിൽ ഗർഭിണിയായ സോദിയെ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ അടച്ചത് ഗുരുതരമായ അച്ചടക്ക ലംഘനവും നിയമവ്യവസ്ഥയോടുള്ള വെല്ലുവിളിയുമായി വ്യാഖ്യാനിക്കപ്പെടുന്നു. എന്താണിപ്പോൾ അവസ്ഥ? ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിനോട് പ്രതികരിച്ചിട്ടുണ്ടോ? വിഷയം ഇതിനകം പുറം ലോകത്തെത്തിക്കഴിഞ്ഞു. സ്ഥലം MLAയും MPയും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ഉടൻ ഇടപെടുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. സോദിയുടെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ACP ഓഫീസിലുണ്ട്. സിന്ധു, സോദിയുടെ ഭർത്താവ് സിനിമാ താരം നീൽ മഹേഷ് ഇവിടെയുണ്ട്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സർ, എന്താണ് അങ്ങേക്ക് പറയാനുള്ളത്? ഒരു ചെക്ക് കേസിനെ തുടർന്ന് എന്റെ ഭാര്യ സ്വാതി അറസ്റ്റ് ചെയ്തത്. അവളെ ജാമ്യത്തിലെടുക്കാൻ വക്കീലുമായി വന്ന ഞങ്ങളോട് ACP വൈശാഖി വർമ്മ നിഷേധാത്മകമായ നിലപാടാണ് സ്വീകരിച്ചത്. ഞാനിവിടെ സത്യാഗ്രഹം ഇരിക്കാൻ പോവാ. എന്റെ ഭാര്യ ജാമ്യത്തിൽ വിടാതെ ഞാൻ ഈ സ്റ്റേഷൻ വിട്ട് എങ്ങോട്ട് പോവില്ല. തീർച്ചയായും ഒരു മനുഷ്യാവകാശ ലംഘനം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. സിന്ധു, പ്രശസ്ത സിനിമാ താരം നീൽ മഹേഷ് ACP ഓഫീസിൽ നിരാഹാര സമരം തുടങ്ങിക്കഴിഞ്ഞു. ഭാര്യയെ ജാമ്യത്തിൽ വിടാതെ ഇവിടെ നിന്ന് അനങ്ങില്ല എന്ന് തന്നെയാണ് അദ്ദേഹം ഉറച്ച തീരുമാനമെടുത്തിരിക്കുന്നത്. അയ്യോ എന്റെ ദൈവമേ, പോലീസ് അധികാരികളുടെ നിലപാടെന്താണ്? നേരം ഇത്രയായിട്ടും ACP വൈശാഖി വർമ്മ തന്റെ ഓഫീസ് മുറിയിൽ നിന്ന് ഇവിടേക്ക് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടിയുള്ള ഒരു സിനിമാ താരത്തിന്റെ നിരാഹാര സമരം കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടെന്നാണ് കരുതപ്പെടുന്നത്. ആരാടാ ഇവന്മാരെ അകത്ത് കയറ്റിയത്? അടിച്ചു ഓടിക്കണ എല്ലാത്തിനെ. അവന്റെ ഒരു സത്യാഗ്രഹം. ഇവനെയൊക്കെ ഞാൻ... മാഡം അബദ്ധമൊന്നും കാണിക്കരുത്. മാഡം ഇപ്പൊ അവിടെ ചെന്ന് പൊട്ടിത്തെറിച്ച ആ വിഷ്വലായിരിക്കും ഇന്ന് ചാനലിലൂടെ ചർച്ചയിലൊക്കെ കാണിക്കുന്നത്. മാഡം, സ്വാതി ഇപ്പോ ഗർഭിണിയായ ഒരു സ്ത്രീയാ. മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ട മാഡത്തിനൊരു സസ്പെൻഷൻ വരെ കിട്ടിയേക്കാം. ഹലോ, ACP വൈശാഖി വർമ്മ. ഞാനെന്ത് തോന്നിയാസം അവിടെ കാണിക്കുന്നേ? ഗർഭിണിയായ ഒരു സ്ത്രീയെ അറസ്റ്റ് രേഖപ്പെടുത്താതെ തടങ്കലിൽ വെക്കാൻ തനിക്ക് ആരാടോ അധികാരം തന്നത്? നോ മോർ ആർഗ്യുമെന്റ്സ്. യു ആർ സസ്പെൻഡഡ് വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട്. ഇപ്പൊ തന്നെ അവരെ ജാമ്യത്തിൽ വിട്ട് തൊപ്പിയൂരി തൽക്കാലം വീട്ടിൽ പോയിരിക്കും. ഫോഴ്സിന് മാനക്കേടുണ്ടാക്കിയ തന്നെ സസ്പെൻഡ് ചെയ്യാനാ മുഖ്യമന്ത്രിയുടെ ഉത്തരവ്. അപ്രതീക്ഷിതമായ തിരിച്ചടിയാണ് ACP വൈശാഖി വർമ്മയ്ക്ക് സംഭവിച്ചിരിക്കുന്നത്. അന്വേഷണ വിധേയമായി ACP വൈശാഖി വർമ്മയെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. ജാമ്യം ലഭിച്ച സോദിയെ നീൽ മഹേഷിന്റെ അച്ഛൻ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ സിനിമാ താരവും സോദിയുടെ ഭർത്താവുമായ നീൽ മഹേഷ് ഇപ്പോഴും ACP ഓഫീസിൽ തന്നെയാണുള്ളത്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഗൗരവകരമായ എന്തോ ഒന്ന് അവിടെ സംഭവിക്കുന്നു എന്ന് വേണം കരുതാൻ. വളരെ നന്ദി ശരത്, വിവരങ്ങൾ കൈമാറിയതിന്. ഇപ്പൊ മാഡത്തിന് മനസ്സിലായില്ലേ ഒരു ACP എന്നത് എത്ര ചെറിയ ആളാണെന്ന്? ഗർഭിണിയായ എന്റെ സ്വാതിയോട് ഇതൊക്കെ ചെയ്തതിന് ഈ കൈകൊണ്ട് കവിളടക്കൊരെണ്ണം പൊട്ടിക്കാ വേണ്ടത്. ഒന്നും ചെയ്യില്ല മാഡം. നിങ്ങളിപ്പോ സസ്പെൻഷനിലായ ഒരു ഓഫീസറാ. ഈ യൂണിഫോമിനോടുള്ള ബഹുമാനം ഒന്നുകൊണ്ട് മാത്രമാ നിങ്ങളെ ഞാൻ തല്ലാത്തത്. വേദയ്ക്ക് വേണ്ടി വിടുപണി ചെയ്യാൻ ഇറങ്ങുന്നതിന് മുമ്പ്
ഇനിയെങ്കിലും മാഡം 2 വട്ടം ഒന്ന് ആലോചിക്കണം. കാത്തിരുന്ന് കിട്ടിയ കുഞ്ഞ എന്റെ സ്വാതിയുടെ വയറ്റിൽ. അതിനെയാ നിങ്ങൾ ഇന്ന് ഇല്ലാതാക്കാൻ ശ്രമിച്ചത്. ഇനി മേലിൽ ഇത് ആവർത്തിച്ച ഈ കൈ മാഡത്തിന്റെ കവിളത്തെ പതിക്കും. അതിനു വേണ്ടി എന്ത് ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തയ്യാറാ. പോട്ടെ, ACP വൈശാഖി വർമ്മ.